ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ സത്രം NCC എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യത്തിലേക്ക്. തടസ്സവാദവുമായി നിന്നിരുന്ന വനംവകുപ്പിനോട് തടസ്സങ്ങൾ നീക്കി അടിയന്തര റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഉന്നയിച്ചത്. വാഴൂർ സോമൻ MLA ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇടുക്കിയിലെ സത്രം എയർ സ്ട്രിപ്പിൽ വിമാനമിറക്കി 3 വർഷമായിട്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ടില്ല. വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം പണികൾ അനന്തമായി നീളുന്നതാണ് പ്രവർത്തനം തുടങ്ങാൻ തടസ്സം. ഇതുമൂലം വർഷം തോറും 1000 NCC കേഡറ്റുകൾക്കാണ് വിമാനം പറത്താൻ പഠിക്കാനുള്ള അവസരം നഷ്ടമാകുന്നത്. അതിൽ ഇടുക്കി ജില്ലയിലെ 200ഓളം പേരും ഉൾപ്പെടും. NCCയിലെ എയർവിംഗ് കേഡറ്റുകൾക്ക് പരിശീലനം നടത്താനാണ് 13 കോടി രൂപ മുടക്കി വണ്ടിപ്പെരിയാർ സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. പണികൾ അവസാന ഘട്ടത്തിലായപ്പോഴാണ് വനംവകുപ്പ് തടസ്സവുമായി രംഗത്തു വന്നത്. 400 മീറ്റർ റോഡ് വനംവകുപ്പിന്റെ അധീനതയിലാണെന്നുള്ള ആക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത്. 2022 ഡിസംബറിലാണ് പരീക്ഷണ പറക്കലും ലാൻഡിംഗും എയർസ്ട്രിപ്പിൽ നടത്തിയത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സത്രത്തിലിറക്കാൻ കഴിയുമെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു. റൺവേക്കൊപ്പം വിമാനങ്ങൾ പാർക്ക് ചെയ്തുള്ള ഹാങ്ങർ, ഓഫീസ്, പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്കുള്ള താമസ സൗകര്യം എന്നിവയും ഇവിടെ പൂർത്തിയാക്കി. വൈറസ് SW-80 വിഭാഗത്തിലുള്ള 4 വിമാനങ്ങളാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. റൺവേയുടെ നിർമ്മാണങ്ങളും അതോടൊപ്പം വിമാനം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഹാങ്ങറിംഗ് സംവിധാനവും വാച്ച് ടവറിലൂടെ ക്രമീകരിച്ചിരിക്കുന്നു. വനംവകുപ്പിനോട് തടസ്സങ്ങൾ നീക്കി അടിയന്തര റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതോടെ വീണ്ടും സത്രം എയർ സ്ട്രിപ്പിന് ചിറകുമുളയ്ക്കുകയാണ്. ഇടുക്കി വിഷൻ, കുമളി.